അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 229 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. فإن خفتم ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. നൂൻ സാക്കിനക്ക് ശേഷം ഇൽഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നു. നൂൻ സാക്കിനിയെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക. ഫഇൻ ഖിഫ്തും നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണല്ലോ. ഇസ്തിഅലാൻ്റെ ലെറ്ററായിട്ടുള്ള ഹ ഐൻ ഖാഫ് എന്നീ അക്ഷരങ്ങൾക്ക് ഇസ്രയാവുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക. ഖാഫിൻ്റെ കൂടെ യാമദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഹുദൂദല്ലാഹ് എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ദാലിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് ഫതഹ് വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഫലാ ജുനാഹ അലൈഹിമാ ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവരുത്. തൊണ്ടയുടെ അവസാന ഭാഗത്ത് നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അതിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഹ ഹ ഈ 2 അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാം. സൗണ്ടിലുള്ള വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അലൈഹിമ അതിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കുക കേട്ടോ. ഫീമഫ്തദത് ബിഹ് മീമിൻ്റെ ഫ കൂടെ ആ മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. മീമിൻ്റെ കൂടെ വന്നിട്ടുള്ള മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇവിടെ താ സുക്കൂന വന്നിട്ടുണ്ട്. താക്ക് സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് ഹാഫ് സുക്കൂന് കൊടുക്കും വേണം. കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൊടുക്കണം കേട്ടോ. ഫീമഫ്തദത് ബിഹ് അതുപോലെ ഓതാം. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ഫീമഫ്തദത് ബിഹ് അതുപോലെ വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തിൽക ഹുദൂദുല്ലാഹ് ലാം ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് സൗണ്ട് പുറപ്പെടുന്നത്. സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് ആയി പോവാതെ നോക്കുക. ദാലിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് വമ്മ വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഫലാ തഅതദൂഹാ ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. തഅതദൂഹ ഐൻ ഖൽഖല ലെറ്ററിലാത്ത കൂടെ ഹാഫ് സുക്കൂന് കൊടുക്കുക. സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാനും ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ വൗ മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടിയിട്ട് മദ്ദിൽ വഖഫ് ചെയ്യുക കേട്ടോ. ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇതാം ബ്യൗനയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച ഒന്നയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. അണിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെയും തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ദാലിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഫഉലൈക ഹുമുദ്ദാലിമൂൻ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ്
വാജിബ് മുത്തസിലാണ്. 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടാനായിട്ട് ശ്രദ്ധിക്കട്ടോ. ഹുമുവാലിമൂൻ വാത് വാ ഇസ്തിഅലാഇൻ്റെയും ഇർവാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാനായിട്ട്. അലിഫ് മദ്ദും അലിഫ് സ്വാഹിറയാണ് കൂടെ വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇനി അവസാനത്തിൽ മദ് ആല സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.